തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ, ഉറക്കെ പാടാം. ജീവനേ സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന, കൈകൾ വീശി ആരാധന, 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 ആരാധന. ശക്തിയോട് ചേർന്ന് ആരാധന, എല്ലാവരും പാടാം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ശക്തിയോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ, ഉറക്കെ പാടാം ഒരുമിച്ച്. ജീവനേ സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു. ജീവനേ, ജീവനേ സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ, അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ആരാധന, 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 ആരാധന. ഒരുമിച്ച് എല്ലാവരും ആരാധന, 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 ആരാധന. തുല്യം ചൊല്ലാൻ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ
അങ്ങേപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരും അങ്ങേപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ യൂട്യൂബിൽ കർത്താവിൻ്റെ വചനം ഈ ആരാധന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സുഖം പ്രാപിച്ച്. ഷാലോൺ ടി വിയിലും അതുപോലെ തന്നെ സാക്ഷ്യം വന്നായിരുന്നു. ഷാലോൺ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, പ്രൊമോഷന് വേണ്ടി അച്ഛൻ പറയുന്നതാണെന്ന്. സത്യദൈവം ജീവിക്കുന്നതിനായി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് പ്രൊമോഷൻ്റെ ഒരു ആവശ്യമില്ല. അമ്മ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. തന്നെയല്ല, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമല്ല ഇത്. സത്യമായ കാര്യം പറയും, പറയാൻ വേണ്ടി പറയത്തില്ല, എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ പറയത്തില്ല. ഇതിപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോഴും ലൈവായിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാ മക്കളും പ്രാർത്ഥനയോടെ വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് പറയണത്. വെറുതെ വായിട്ട് നോക്കിയിരിക്കണവരല്ല, പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാത്സല്യവും കാരുണ്യവും ഇവിടെ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വസിച്ച ദൈവം തൻ്റെ വാക്കിൻ്റെ കൈ കൊണ്ട് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കൈ അടിച്ചു കർത്താൻ സ്വന്തമേ, ജീവനേ സ്വന്തമേ, ഭാഷാവർത്ത സ്തുതിയുടെ ഹല്ലേലൂയ. ജീവനേ സ്വന്തമേ, ഭാഷാവർത്ത സ്തുതിയുടെ മാരകരോഗികളെ സ്പർശിക്കണ കർത്താവ്, മാരകരോഗികളെ സ്പർശിക്കണ കർത്താവ്. ആരാധന എൻ്റെ പേര് ലൈച്ചു. മാള, തൃശ്ശൂർ ജില്ലയിൽ മാള ഫൊറോനപ്പള്ളിയിൽ ഇടവകയാണ്. ഞാൻ 2023 ഒക്ടോബർ 24 ആദ്യമായി അമ്മയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. ഞങ്ങൾ രണ്ടുപേരും. ഇതിക്ക് മുൻപ് ജീവിതത്തിൽ മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹങ്ങൾ എന്നിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നോട് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃപാസനം എന്താണെന്നോ ഒന്നും ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയാതെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്താൽ, ഹസ്ബൻഡിന് ഒത്തിരി നാളായുള്ള ആഗ്രഹപ്രകാരം ഞാൻ കൂടെ വന്നു എന്ന് മാത്രം. ഇവിടെ വന്ന് കയറി ഇതെല്ലാം കഴിഞ്ഞു. അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് അതിനിടയ്ക്ക് ഹസ്ബൻഡ് പറയാണ്, നീ ഉടമ്പടി എടുക്കണം. അപ്പം ഞാൻ കണ്ടിരിക്കുന്നത് ഇതേവരെ അമ്പൊക്കെ എടുക്കുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തോ എടുക്കുന്ന സംഭവമാണെന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ ഉടമ്പടി എന്താണെന്ന്. അവർ പറയുന്നത് ഒന്നും തന്നെ എനിക്ക് വ്യക്തമായിരുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ എന്തോ എടുക്കുന്നതെന്നപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ സംഭവങ്ങൾ തമ്പുരാൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം, മാതാവിൻ്റെ പറയുന്ന പോലെ മാതാവ് എങ്ങനെ പെരുമാറിയോ, എളിമയോട് കൂടി പെരുമാറിയോ അതുപോലെ തന്നെ
അപ്പം ഞാൻ എല്ലാവരോടും സ്നേഹത്തോടുകൂടി എല്ലാവരും പറയും, എത്ര ദേഷ്യമുള്ളവരോടും ഞാൻ സൗമ്യമായി തന്നെ പെരുമാറുള്ളൂ. പക്ഷേ ഇനി എന്താ പ്രത്യേകത എന്ന് എനിക്ക് ക്ലാസ്സിൽ നിന്നാണ് പിടിയിട്ടത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് ഞങ്ങൾ പോയി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വരാൻ തന്നെ കാരണം ഹസ്ബൻഡ് നിർബന്ധം ഇതിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലും മകളുടെ പഠിപ്പും വിവാഹവും മകൻ്റെ +2 കഴിഞ്ഞ് അവന് ഹയർ സ്റ്റഡിക്ക് പോകണം. അങ്ങനെ ഫിനാൻഷ്യലായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയം. ഒരു വിധത്തിലും കൊറോണ സീസൺ വന്നോടൊരു ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തുമായിരുന്നു. 10-14 വർഷമായിട്ട് അത് സ്റ്റോപ്പായി. ഓൺലൈൻ ക്ലാസ് മാത്രം, അതും പറ്റാത്ത പോലെ, ഒറ്റയ്ക്കൊന്നും പറ്റില്ല. അപ്പോൾ അതേപോലെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതും സ്റ്റോപ്പായ പോലെ. എന്ത് ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങി നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് പിന്നെയും നിർബന്ധിച്ചിട്ട് ഞങ്ങളിവിടെ എത്തിയത്. അന്ന് മുതൽ എന്തച്ഛൻ പറഞ്ഞോ, എന്താണ് കൃപാസനം, ഉടമ്പടി എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ മാസ്റ്റർ എൻ്റെ ഹസ്ബൻഡായിരുന്നു. എല്ലാം എൻ്റെ ഒപ്പം ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മറക്കുന്നത് ആൾ ഓർമ്മിപ്പിച്ച്. വെളുപ്പിന് എനിക്ക് മടിയാണ്, വെളുപ്പിന് 5:30-ഒക്കെയാണ് എനിക്ക് എഴുന്നേൽക്കുക. പക്ഷേ ആൾ 4 മണി 4:30 ആകുമ്പോഴേക്കും പ്രാർത്ഥന എഴുന്നേൽപ്പിക്കും. എല്ലാം ഞങ്ങൾ ഇതേപോലെ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളോട് പള്ളിയിൽ പോവും. കുർബാന സ്വീകരിക്കും, കുമ്പസാരം, പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം. ആദ്യമൊക്കെ എനിക്കും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിച്ച ആളാണെങ്കിലും പത്രം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ എൻ്റെ ഉള്ളിലും ഭയങ്കര ഒരു എന്താ പറയുക, അവർ കൂടുതലും മുസ്ലിംസും ഹിന്ദുസും ഒക്കെയാണ് ഞാൻ കൂടുതൽ കണക്ഷൻ. അപ്പോൾ അവരുടെ മക്കളും എൻ്റെ അടുത്ത് വന്ന്, പക്ഷേ അവർക്ക് വരെ കൊടുക്കാനായിട്ട് ആൾക്കൊരു മടിയുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എന്ത് സിമ്പിളായിട്ട് കൊടുക്കും. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നിയിരുന്നത് ആൾക്കൊന്നും ആരോടും പറയില്ല, ഇങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ ഇത്രയ്ക്കും മാതാവിന് വേണ്ടിയിട്ട് ആൾ എന്തിനും തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നീട് എനിക്ക് അത് ഭയങ്കര ഒരു പ്രചോദനമായി. പിന്നെ എനിക്ക് ഇതുവരെ ഒരു മടി അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് പോരാകെ ഇവിടെ എത്ര കെട്ട് പത്രം തന്നിട്ടുണ്ടെങ്കിലും അത് പോരാകെ, അയ്യോ 2-3 കെട്ടും കൂടി വാങ്ങായിരുന്നു അല്ലേന്ന് ഞങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പറയും. ഓട്ടോ സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 2-3 ഹോസ്പിറ്റലിൽ വേറെ ഉണ്ട്, അവിടെ എല്ലായിടത്തും കൊടുക്കും. പിന്നെ മുസ്ലിംസ് സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങുമ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വേണോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയും. മറ്റൊരു കിട്ടിയിട്ടുണ്ടെങ്കിലും നോക്കട്ടെ, ഞാൻ ഒന്നും കൂടി ഇത്രയും സമയമുണ്ടല്ലോ അങ്ങനെ വായിക്കാമല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് ഇത് തരണം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ള സംഭവങ്ങൾ കാലാകാലങ്ങളിൽ നോക്കുന്നുണ്ട്. 5-6 വർഷമായിട്ട് ഞങ്ങൾ നോക്കിയിട്ടും ഞങ്ങൾക്ക് ഒരനക്കമില്ല. എന്താ വെച്ചാൽ പ്രോപ്പർട്ടീസ് വിൽക്കലും വാങ്ങലും ഒക്കെ സ്റ്റോപ്പായി നിൽക്കുന്ന സമയമാണ്. അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾക്ക് മാതാവിൻ്റെയോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ രണ്ടാളും തൈലം കുരിശ് വരച്ച് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉപ്പുമായി പോയി. അപ്പം അങ്ങനെ കൊണ്ടുപോയി 4 കോർണറിലും ഇട്ട് പ്രാർത്ഥിച്ച്. അപ്പം അക്രൈസ്തവരാണ് സൈഡുകളിൽ താമസിക്കുന്നത്. അപ്പം അവരൊക്കെ വിൽക്കാനാണോ എന്താണോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആ സമയം ഞങ്ങൾക്ക് റെഡി തീറിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ അമ്മ ആളെ കൊണ്ടുവന്നു. അത് റെഡി തീർ നടത്താൻ വേണ്ടി പേപ്പേഴ്സുമായിട്ട് രജിസ്ട്രേഷൻ്റെ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ അതിക്ക് മുന്നേ ഒരു കരാറ് എഴുതി അത് നീങ്ങിപ്പോയി എന്തോ കാരണം പറഞ്ഞിട്ട്. അപ്പോൾ അമ്മേ ഇത് കൂടുതൽ ഞാനപ്പോൾ ആൾ തകർന്ന പോലെ ആയിട്ട് പിന്നെ എനർജറ്റിക്കാണ്. അപ്പം ഞാൻ പറയും നമ്മൾക്ക് മാതാവിനോട് അടുത്തത് പോരാ, അതുകൊണ്ടാണ് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി മാതാവിൻ്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. മക്കളോടും പറയും, മക്കൾ ഇവിടെ ഇല്ല, ഞങ്ങളുടെ കൂടെ ലേബറോടാണ്. അപ്പോൾ അവരോട് പറയും, മക്കളെ ഒന്നും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾക്ക് എല്ലാ അനുഗ്രഹം തരണത് മാതാവ്. ഒക്ടോബർ മാസത്തിലും മെയ് മാസത്തിലാണ് കോരിച്ചൊരിയുന്ന പേമാരി പോലെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ. അപ്പോൾ അത് പങ്കിടാനായിട്ട് ഷെയർ ചെയ്യാൻ ആൾ സ്ഥലത്ത് ഗൾഫിലായിരുന്നു. കുഞ്ഞുങ്ങൾ അവർ ചെറുതായിരുന്നു, എങ്കിലും അവർക്കറിയാം ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർക്ക് അറിവ് വയ്ക്കും തോറും പറഞ്ഞു കൊടുക്കുമായിരുന്നു.
എങ്കിലും ചുറ്റുമുള്ളവരെന്നോട് ചോദിക്കും, നീ ആരോടെ പ്രാർത്ഥിക്കണത്? എല്ലാ കാര്യങ്ങളും ഇതേപോലെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. വിചാരിച്ച പോലെ ഒന്നല്ല. നീ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കണത് തമ്പുരാൻ നടത്തി തരാം. ആരോടെ? ഞാൻ പറയാം, എൻ്റെ മാതാവ്. ഞാൻ എന്ത് പറയുമ്പോൾ എൻ്റെ മാതാവ് എന്ന് പറയും. എല്ലാവരും എന്നെ മാതാവ് എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രണ്ടാമത്തെ റെഡി തീറിൻ്റെ വന്ന് വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ ഹസ്ബൻഡിനോട് പറയാണ് 10 വർഷത്തെ പേപ്പേഴ്സും കൂടി ഉണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നടക്കുള്ളൂ. ആൾ 10 വർഷത്തെ പേപ്പേഴ്സ് ഇനി എത്രയും വേഗം ഇത് തീരെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും കീഴാധാരങ്ങൾ 10 വർഷത്തെ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ തകർന്നിട്ട്, എന്ന് വെച്ചാൽ അത് തീർന്ന് നടക്കുന്ന സമയത്ത് ആരാണ് എന്താണ് 10 വർഷം മുന്നേ ആരുടെ കയ്യിലായിരുന്നു കുറേ പ്രാവശ്യം കൈമാറിയിരിക്കണതാണ്. അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം. അത് വിചാരിച്ച് നിന്ന സമയത്ത് മാതാവിനെയും കൊണ്ടാണ് ആൾ വില്ലേജ് ഓഫീസിൽ പോയിരിക്കുന്നത്. കാശ് രൂപം ഉപ്പും ഉണ്ടാവും. ഞങ്ങൾ ഏത് വഴിക്ക് പോകുമ്പോഴോ മാതാവിനോട് പറഞ്ഞിട്ട്, മാതാവെ നിറവേറ്റി തന്നേക്കണേ എന്ന് പറഞ്ഞിട്ട് രൂപത്തിൻ്റെ നിന്ന് ഞാൻ 2 മിനിറ്റ് നിൽക്കുള്ളെങ്കിൽ ആൾ 10 മിനിറ്റ് നിന്നിട്ടേ പോകുള്ളൂ മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട്. എന്നിട്ട് ഈ വില്ലേജ് ഓഫീസർ 5 മിനിറ്റ് ഇങ്ങനെ നിന്നു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. ആളും എന്ത് ചെയ്യും മാതാവെന്ന് ഓർത്ത് നിന്ന്. അപ്പോൾ ആ സെക്കൻഡ് കൊണ്ട് വില്ലേജ് ഓഫീസർ തിരിച്ച് പറയാണ്, എനിക്ക് ട്രാൻസ്ഫറാണ്, ഞാനിപ്പോൾ തന്നെ ഇത് ചെയ്തു തരാം, തന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ കൊണ്ടുവരുമ്പോൾ വേറെ ആളായിരിക്കും ഈ സംഭവങ്ങളൊന്നും പിടികിട്ടാത്ത ആളായിരിക്കുന്നു. അന്ന് തന്നെ മാതാവ് അത്രയും പീരീഡ്സ് ഷോർട്ടാക്കിയിട്ട് അന്ന് തന്നെ ആ പേപ്പേഴ്സ് റെഡിയാക്കി ആൾക്കാരുടെ കയ്യിൽ കിട്ടി. അത് എൻ്റെ അമ്മ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം. അതുപോലെ തന്നെ 10-11 വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങളുടെ ഉറ്റമിത്രമായിരുന്ന ആൾ ക്യാഷ് പഠിക്കാൻ, കുട്ടിക്ക് മകന് പഠിക്കാൻ വേണ്ടി. രണ്ടാമത്തെ വിഷയം, 10 വർഷത്തിലേറെയായി ഞങ്ങളുടെ ഉറ്റമിത്രമായിരുന്ന ഒരാൾ മക്കൾക്ക് പഠിക്കാൻ സഹായം ചോദിച്ചിട്ട്, ഞങ്ങളുടെ മക്കൾ അന്ന് 8-9 ആയിട്ടുള്ളൂ, അപ്പം നിങ്ങളുടെ മക്കൾ ഇതാകുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞിട്ട് സഹായത്തിന് വേണ്ടി ക്യാഷ് വാങ്ങിയിട്ട് പോയിരുന്നു. അത് ഞങ്ങൾ മക്കൾ 10 കഴിഞ്ഞപ്പോൾ തുടങ്ങി ചോദിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സംസാരമില്ല, ഫോൺ അറ്റൻഡ് ചെയ്യില്ല, പിന്നെ മിണ്ടില്ല, ആ വഴിക്ക് വരില്ല, അങ്ങനെയായി ഒരു കണക്ഷനും ഇല്ലാണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെ സാമ്പത്തികമായി ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസറെ കാണാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഉപ്പ് 2 വിരലിൻ്റെ തുമ്പത്ത് ഞാനിങ്ങനെ പിടിക്കാറുണ്ട്. ആ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് ഓഫീസറുടെ ടേബിളിൻ്റെ സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് പിടിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ് അടുത്ത കോളിന് വേണ്ടിയിട്ട്. ഓഫീസറുടെ റൂമിൽ ആരോ ഉണ്ട്. ആ സമയത്ത് ഈശ്വര, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. നേരം കിട്ടുമ്പോഴൊക്കെ വിശ്വാസപ്രമാണം ചൊല്ലും. വിശ്വാസപ്രമാണം ഇത്രയും ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പരിശുദ്ധരാജ്ഞി, അമ്മനോടുള്ള പരിശുദ്ധരാജ്ഞിയാണ് മുന്നിൽ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. എത്രയും തള്ള മാതാവും ചൊല്ലും. വിശ്വാസപ്രമാണം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത്. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ലൈജു, എൻ്റെ പേര് ലൈജു എന്നാണ്. ലൈജു എന്ന് പറഞ്ഞിട്ട് 2-3 വിളി പെട്ടെന്ന്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി, എനിക്ക് തോന്നണതാണോ, എനിക്കങ്ങനെ പലവട്ടം തോളിൽ തട്ടി ഇങ്ങനെ പറയണ പോലെ മാതാവ് വന്നേക്കണ പോലെ എനിക്ക് പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിളിക്കുന്നതായിട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവ് ഇങ്ങനെ സെയിം ഇവിടെ നിൽക്കുന്ന മാതാവ് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു എനിക്കും മിണ്ടാൻ പറ്റാനുള്ള ഈ ഉപ്പും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ എന്നോട് ചോദിക്കും, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ, നിനക്ക് ഇനിയും പിടികിട്ടിയില്ലേ, ഞാനാണ് ക്ലീച്ചസ് എന്ന് പറഞ്ഞു. ആളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുന്നത്. നിനക്ക് ഇത്രയ്ക്ക് വിഷമമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിഷമിച്ചിട്ടുമല്ല, എൻ്റെ മാതാവിനെ കണ്ട സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞേക്കണമെന്ന് ആൾക്കറിയില്ല. എന്താ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. പൈസ തരാനുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. അത് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒന്നും ചെയ്യാത്ത ആൾ. അപ്പം ഞാൻ എൻ്റെ മാതാവാണെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് ആളോട്, ആൾക്കൊന്നും പിടിയിട്ടില്ല. അതിനിപ്പോൾ എന്നോടാണ് ഇത്രയ്ക്ക് വിഷമം ഉള്ള ഇതാണ് എന്തിയായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന്. ഞാൻ പറഞ്ഞു,
ഇങ്ങനെ ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്ത വഴിക്ക് ആൾ പറയല്ല, ഇത് വിഷമിക്കണ്ട, ഞാൻ നാളെ തന്നെ നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാന്ന്. ഞാൻ വിശ്വസിച്ചില്ല, സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഈ ഉപ്പ് എൻ്റെ കയ്യിലിരിക്കണ്ടെങ്കിലും ആൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതിക്ക് മുന്നേ ആൾ ഹസ്ബൻഡ് വിളിച്ചെടുക്കില്ലെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ 100 പ്രാവശ്യം വിളിക്കുമ്പോൾ 1 പ്രാവശ്യം പണ്ട് എടുത്തിട്ട് തരാട്ട, അല്ല ഇത് വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, ഞാൻ തരാട്ട, എന്നെ വിശ്വസിച്ചൂടെ എന്നൊക്കെ പറയും. ആ പറച്ചിൽ തന്നെ എനിക്ക് തോന്നിയത്. അത് എങ്കിലും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആൾ നീ വിഷമിക്കണ്ട, ആളുടെ ഇങ്ങനെ കിട്ടാത്ത വിഷമമാണെന്ന് വിചാരിച്ചിട്ട് ആൾ വീണ്ടും വീണ്ടും പറഞ്ഞു. സത്യം പറയട്ടെ, പിറ്റേ ദിവസം തന്നെ എന്നോട് പറഞ്ഞു 10-10:30 കഴിയും ഇട്ടാ അക്കൗണ്ടിൽ വരുമ്പോൾ നോക്കണേ, ഇട്ടപ്പോൾ തന്നെ ഞാൻ വിളിക്കാട്ടോ എന്നാണ്. 11 മണിയായപ്പോൾ കോള് വരാതെ ഇപ്പം ഞാനൊന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ഇട്ടിട്ടുണ്ട്, ഇത്തിരി നേരം വൈകിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ ബാങ്കിലേക്ക് വിളിച്ച് ഇത് ബാലൻസ് നോക്കിയപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കണ്ണ് നിറഞ്ഞ് മാതാവിനെ കണ്ട നിമിഷം ഞാൻ മാതാവിനോട്, മാതാവേ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടാണ്, അമ്മയ്ക്ക് ഞാൻ ആ ഓഹരിയും കൊണ്ട് വരും, ഞാനാളും കൂടി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്നിരുന്നു അമ്മയ്ക്കുള്ള കാണിക്കയായിട്ട്. അങ്ങനെ ആ കിട്ടാക്കടം എന്ന് പറഞ്ഞത് വർഷങ്ങളായിട്ടുള്ള കിട്ടാക്കടം ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ വന്നു തീർത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിരുന്നില്ല, എങ്കിലും ഉടമ്പടിയിൽ അപ്പുറം കടന്നുള്ള പ്രാർത്ഥനകളായിരുന്നു. ബൈബിൾ വായന, ഫുൾ ടൈം ബൈബിൾ വായന സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോഴും ആൾ ഒറ്റയ്ക്കാവുമ്പോൾ, ഞാൻ ആഴ്ചയിൽ മാസത്തിലൊക്കെ വരുമ്പോഴും എനിക്ക് ഡൗട്ടുണ്ടാവും. ആൾ ഒറ്റയ്ക്ക് ഈ പ്രയറൊക്കെ പ്രാർത്ഥനയൊക്കെ, കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് പരിപാടികളുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുടക്കാറില്ല. സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നപ്പോൾ 11:30 പൂട്ടി, നൈറ്റ് ക്ലാസ് ഉണ്ടാകുമ്പോൾ 10:30-11 മണി അത് പൂട്ടി വന്നിട്ടും ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചിട്ടേ ബാക്കി എന്തും ചെയ്യാറുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ആളും അന്ന് വന്ന് ഞങ്ങൾ ഞാൻ പുതുക്കി, ആൾ പുതിയ ഉടമ്പടി എടുത്തു. അതിക്ക് മുന്നേ ഞങ്ങൾ 3 പ്രാവശ്യം ഞങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ സെൻറ്ററും ഇല്ല, ഒന്നുമില്ല. മക്കൾക്ക് പഠിക്കണം, ഫീസ് അടയ്ക്കണം, മോൻ പോയിട്ടേ ഉള്ളൂ, പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ പുറത്തേക്കുള്ള ജോബ് വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ പല പ്രശ്നങ്ങളായിരുന്നു. ഏജ് ഓവറായത് മാത്രമല്ല, ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ചെയ്തിട്ടും 3 പ്രാവശ്യം റിജക്റ്റായി. അപ്പോഴും ഞാൻ എൻ്റെ മാതാവ് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ പല സിസ്റ്റേഴ്സും ഓരോ ഗവൺമെൻറ്റിൽ സെൻറ്റർ ഇടാം, നമ്മൾക്ക് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതായിരിക്കും നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആളോട് പറഞ്ഞില്ല, മനസ്സിൽ കരുതിയപ്പോൾ ആൾ എന്നോട് പറഞ്ഞു നമ്മൾക്ക് അമ്മ ചെയ്തു തരും, നമുക്ക് അമ്മയോട് തന്നെ പറയാം, അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ഉടമ്പടി എടുത്ത് ഞങ്ങളും ഉടമ്പടിയിൽ തന്നെ ജീവിച്ച് എല്ലാം പത്രങ്ങൾ വിതരണം ചെയ്യലും, പിന്നെ അനാഥാലയങ്ങളും പിന്നെ വൃദ്ധസദനങ്ങളും ഞങ്ങളവിടെ പോകാറുണ്ട്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഫുഡ് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോയി എല്ലാവർക്കും അവരുടെ ഒപ്പം ഞങ്ങളും ഇരുന്ന് കഴിച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടേ പോരാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലായിരുന്നു വിസയ്ക്ക് കൊടുത്തു. VFC ചെന്നു. അവിടെ ഒരു യങ് മെയിൽ സ്റ്റാഫായിരുന്നു അതേവരെ എല്ലാവരെയും ഇത് ചെക്ക് ചെയ്തിരുന്നതും പേപ്പേഴ്സ് നോക്കിയിരുന്നതും. ഞങ്ങൾ കയറി അവിടെ മുന്നിൽ ചെന്നിരുന്നപ്പോൾ ഈ മെയിൽ സ്റ്റാഫ് എഴുന്നേറ്റ് പോയി. എടുത്ത വഴി എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും മാതാവാണ് വന്നിരിക്കണതെന്ന് പറഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. എൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിലും ഞാൻ പെട്ടെന്ന് അവരുടെ മുന്നിലൊന്നും അങ്ങനെ കാണിക്കരുത്, നല്ല സ്റ്റഡി ആയിട്ടിരിക്കണമെന്നൊക്കെ എന്നെ പറഞ്ഞു വിട്ടേ. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ചോദിച്ച് സിമ്പിളായിട്ട് ചോദിച്ച് ചിരിച്ച് കളിച്ചെന്ന് പറഞ്ഞോണം വെള്ളം കുടിക്കുക. അവർ വേറെ ഒന്നും ചോദിച്ചില്ല. അതേപോലെ തന്നെ ആളുടെയും
ഞങ്ങൾക്ക് 15 ദിവസത്തിനുള്ളിൽ ഇപ്പം ഞങ്ങൾക്ക് 2 ആൾക്കും വിസ അടിച്ചു വന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണ്, കൃപ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ആളുടെ ഏജ് 7 വർഷം കൂടിയാണ് സർട്ടിഫിക്കറ്റിൽ കിടക്കുന്നത്, പാസ്പോർട്ടിൽ, മുന്നത്തെ പാസ്പോർട്ടിൽ കിടക്കുന്നത്. അത്രയും ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് പോലും ഞങ്ങളെ നിരസിച്ചില്ല അമ്മ. അപ്പോൾ ഞങ്ങൾ ഈ 20-ാം തീയതി ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് ഓക്കെ ആവും സംഭവങ്ങൾ. അപ്പം അമ്മ അത്ര ഇതിലും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പിള്ളേരുകളും ടീച്ചേഴ്സും മതക്കാരാണെങ്കിലും എല്ലാ സ്കൂളുകളിൽ നിന്നും റിജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാരണം കൊണ്ട് 100% പോകും എന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്ന പല മക്കളെയും അമ്മമാർ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ അവരോട് എപ്പോഴും പറയും, ഒരു സ്കൂളുകാരും നിങ്ങൾ വെല്ലുവിളിക്കണ പോലെ ഒരിക്കലും പറയരുത്. എൻ്റെ തന്നെ ഈ മക്കളെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ ചെയ്യണ കണ്ട് എൻ്റെ ഉള്ള ഹിന്ദു ടീച്ചേഴ്സും മുസ്ലിം ടീച്ചേഴ്സും ചെയ്യാറുണ്ട്. ഒരു തിരുഹൃദയത്തിൻ്റെയും ഒരു മാതാവിനെയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മാതാവിനോട് ഞാൻ പറയും, ആരും കേൾക്കാറില്ല, ഞാൻ മാത്രമുള്ളപ്പോൾ പിള്ളേരുകൾ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പറയും, മാതാവേ അവരെയൊക്കെ ആക്കണേ. എന്താണ് അവരുടെ മാതാപിതാക്കൾ അത് വിചാരിച്ചിട്ട് അവരെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വിട്ടിരിക്കുന്നത്. അവരെ എന്നും കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞിട്ട് ഒരു മക്കൾക്ക് പോലും തിരിച്ച് ട്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫെയിൽഡായിട്ട് തിരിച്ച് കയറി വന്നിട്ടില്ല. അത് നമ്മളുടെ ഇതുകൊണ്ടല്ല, മാതാവിൻ്റെ ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒത്തിരി അങ്ങനത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാതാവ് ഞങ്ങളെപ്പോലുള്ള എല്ലാ മക്കൾക്കും കൂട്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്